ഹായ് ഗായ്സ്, ഇന്നും ഒരു ട്രാവലിംഗ് വീഡിയോ ആണ് കേട്ടോ. അത് ഞങ്ങൾ എപ്പോഴും പോകാറുള്ള പൊന്മുടിയിലേക്ക്. നമ്മളുടെ വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും അറിയായിരിക്കും, പൊന്മുടിയിൽ ഈ 2 മാസത്തിനുള്ളിൽ ഞങ്ങൾ 3 പ്രാവശ്യമെങ്കിലും പൊന്മുടിയിൽ പോയിട്ടുണ്ട്. അത്രയ്ക്ക് ഇഷ്ടമാണ് ഞങ്ങൾക്ക് പൊന്മുടി. പക്ഷേ ഇന്ന് പോയത് ഒരു സൺഡേ ആണ് കേട്ടോ. സൺഡേ പോയാലുള്ള അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ നീണ്ട ബ്ലോക്കിന് ശേഷം ഞങ്ങൾ 1 മണിക്കൂർ എടുത്ത് കേട്ടോ പൊന്മുടി ടോപ്പിലെത്താൻ. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, ഞങ്ങൾ പൊന്മുടി ഹിൽ ടോപ്പിൽ പോകാറില്ല. അതിനു പകരം ഞങ്ങൾ പോകുന്ന ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ട് ഉണ്ട്. അധികം ആരും പോകാത്ത ഒരു സ്പോട്ട്. ഇതിനെക്കുറിച്ച് ഞാൻ മുൻപ് വീഡിയോകളും ഇട്ടിട്ടുണ്ടായിരുന്നേ. പൊന്മുടിയിലെ ഒറ്റപ്പെട്ട മരത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അതിന് താഴെയുള്ള റൂട്ടിൽ പോകുമ്പോൾ ഒരു ഫാക്ടറി ഉണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോകുമ്പോഴാണ് ഞാൻ പറഞ്ഞ ആ പ്ലേസ് ഉള്ളത്. ഇത്തവണ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് പോയത് കേട്ടോ. വൈബടിച്ച് ഫുഡ് അടിക്കാമല്ലോ, ആ ഒരു ലക്ഷ്യമായിട്ടാണ് ഞങ്ങൾ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോയത്. ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ ബിരിയാണിയും ചിക്കനും ആയിരുന്നു കേട്ടോ. ഇന്നത്തെ ട്രിപ്പിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. ഞങ്ങളുടെ അലീസിയ കുട്ടിയുടെ ഫസ്റ്റ് ട്രിപ്പാണ് കേട്ടോ. ഈ റൂട്ടിൽ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, അധികം ആരും വരില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഫുൾ പ്രൈവസിയാണ് കേട്ടോ. ഞങ്ങൾ കുഞ്ഞു പിള്ളേരെ പോലെ കളിക്കുകയും കോമഡി പറയുകയും എല്ലാം ചെയ്യുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ഇവിടെ. ഞങ്ങൾ ഈ റൂട്ടിൽ പോയാൽ എപ്പോഴും സ്ഥിരം കാണുന്ന പുള്ളിക്കാരനായത്. ഇത്തവണ ഞങ്ങൾ പൊന്മുടി UPS സ്കൂളിലും കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടിയായിരിക്കുമ്പോൾ ഒട്ടും പോകാൻ ഇഷ്ടമില്ലാത്ത സ്ഥലവും മുതിർന്നു കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലമായിരിക്കും എല്ലാവർക്കും സ്കൂൾ. ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. അവിടെ ഒരു കുഞ്ഞ് പ്ലേയിങ് ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്ത് കുഞ്ഞു കുട്ടികളെ പോലെ. ഈ ഒരു വാട്ടർഫാൾസിൻ്റെ ഭംഗി പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. മഴയായതുകൊണ്ട് ഞങ്ങൾ ഈ സ്ഥലം മിസ് ചെയ്ത് കേട്ടോ. ഇറങ്ങാൻ കൂടി പറ്റിയില്ല. പൊന്മുടിയിലെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് അടിപൊളിയാണ് കേട്ടോ. ബാക്കി പൊന്മുടി വിശേഷങ്ങൾ അടുത്ത ഷോർട്സ് ആയാലോ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.